ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ആഴ്ചയിലെ ദിവസമായ ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടും കൂടാതെ മറ്റ് 4 സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ ഞായറാഴ്ച പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ ശനിയാഴ്ചയേക്കാൾ വേറെ ലെവൽ കളക്ഷൻ വർധനയാണ് സിനിമ പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിൽ ഇന്ന് ഞായറാഴ്ച നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ശനിയാഴ്ചത്തെ ഫൈനൽ പ്രീസെയിലായിട്ട് 1.5 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ എങ്കിൽ ഇന്ന് സിനിമയുടെ 4ാം ദിവസം അത് 2,14,00,000 അപ്പോൾ ഇന്ന് ഞായറാഴ്ച വമ്പൻ കളക്ഷൻ ഇന്നലത്തെക്കാൾ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കും അടുത്ത മണിക്കൂറുകളിലെ സിനിമയുടെ എസ്റ്റിമേറ്റ് കണക്കുകൾ കേട്ട്. അരൺമന 4 കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ. സിനിമയുടെ ഏറ്റവും പുതിയ തമിഴ്നാട് ഉൾപ്പെടെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം സിനിമ നേടിയെടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. 25 കോടി രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ മാത്രം 55 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ വർഷം പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിൽ ആദ്യമായിട്ട് തിയേറ്ററുകളിൽ വിജയിക്കുന്ന സിനിമ കൂടിയായിട്ട് അരൺമന 4 മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ച മുന്നേ 2 മലയാളം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നല്ലോ. അതിലൊരു സിനിമയാണ് മജുവിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പെരുമാനി. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഫാന്റസി കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും കളക്ഷൻ ഒരു തരത്തിലും മികച്ചതായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. വിനയ് ഫോർട്ടിന്റെ മുൻ സിനിമ ആട്ടം പോലും 1 കോടി രൂപയ്ക്ക് മുകളിൽ ഫൈനൽ കളക്ഷൻ നേടിയെടുത്തപ്പോൾ പെരുമാനിക്ക് നിലവിൽ 50 ലക്ഷത്തിൽ താഴെയാണ് കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ. ഇനി ഇന്ദ്രജിത്തിന്റെ മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ റിവ്യൂവിന്റെ പേരിൽ ചെറിയ വിവാദമെല്ലാം തന്നെ സൃഷ്ടിച്ച സിനിമയാണല്ലോ മാരിവില്ലൻ ഗോപുരങ്ങൾ. മോശം അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു ആദ്യ ദിവസം സിനിമ തിയേറ്ററുകളിൽ നേടിയെടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഒരാഴ്ച കേരള കളക്ഷൻ എന്ന് പറയുന്നത് 55 ലക്ഷത്തോളം രൂപയാണ്. ഏകദേശം 5 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിയാദ് കോക്കറിന്റെ സിനിമ തിയേറ്ററുകളിലെ വൻ ദുരന്തം സ്റ്റാറ്റസ് ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഏപ്രിൽ 26-ാം തീയതി ഇലക്ഷൻ നാളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെ പവി കെയർ ടേക്കറിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയുടെ കൃത്യമായ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. 22 ദിവസത്തെ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ 8,25,00,000 സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ കളക്ഷൻ 8.5 കോടിയിൽ താഴെയായിരിക്കും കേരളത്തിൽ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ അതേസമയം 12 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത്. ഇനിയും കൃത്യമായ വേൾഡ് വൈഡ് ഫിഗേഴ്സ് വന്നിട്ടില്ല. കാത്തിരിക്കൂ ഫൈനൽ ബോക്സ് ഓഫീസ് വരെയുള്ള റിപ്പോർട്ടുകൾക്കായി.